ഒരു മനുഷ്യൻ എത്രമാത്രം അധപ്പതിക്കാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഷ്ട്രീയ കേരളത്തിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന പി അൻവർ. എന്താണ് പി അൻവറിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കൂ. പിണറായി വിജയൻ എന്ന അതികായനെ, പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെതിരെ ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ അൻവറിന് നീതീകരണമുണ്ടോ, ന്യായീകരണമുണ്ടോ? അടപടലം പരിപൂർണമായി പരാജയപ്പെട്ട പരാമർശങ്ങൾ, സ്റ്റേറ്റ്മെന്റുകൾ, ഒരു രീതിയിലും ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ പറ്റാതെ പരിപൂർണമായി തകർന്ന് തരിപ്പണമാകുന്നു എന്നുള്ളതാണ്. LDF നിന്ന് പോയപ്പോൾ എന്തായിരുന്നു അൻവറിന്റെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ്? വലിയ മരുമോനിസം നടക്കുന്നു, പിണറായിസം നടക്കുന്നു എന്ന് പറയുന്നു, അവിടെ നിന്ന് പോകുന്നു. നിലമ്പൂര് മത്സരിക്കുന്നു, അതിനുശേഷം UDF പാളയത്തിലെത്തുന്നു. സതീശനുമായി ശക്തമായ എതിർപ്പിന് ശേഷം ഒടുവിൽ സീറ്റ് നേടിയെടുക്കുന്നു പി അൻവർ ബേപ്പൂരിൽ. ഇപ്പോൾ ബേപ്പൂരിൽ ശക്തമായി പിണറായിസവും മരുമോനിസവും പറഞ്ഞ് വീണ്ടും നിൽക്കുന്നു. ഒരു രീതിയിലും അവിടെ ക്ലച്ച് പിടിക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളപ്പോഴും അൻവർ ഇപ്പോൾ ഒരു തരം താഴ്ന്ന പ്രവർത്തനവുമായി വന്നിരിക്കുകയാണ്. എന്താണത്? ഫ്ലക്സ് അടിച്ചു വെച്ചിരിക്കുകയാണ് പ്രവർത്തകരെ കൊണ്ട്. നിയുക്ത MLAക്ക് അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ എന്ന് വെച്ച് ബേപ്പൂരിന്റെ പല കേന്ദ്രങ്ങളിലും ഫ്ലെക്സ് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ കേരളം പര്യടനത്തിൽ, ശക്തമായ പ്രവർത്തനത്തിൽ മൊത്തം ഒഴുകിയപ്പോൾ ബേപ്പൂരിൽ പോയ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ് അൻവർ പണമിറക്കി അവിടെ പ്രവർത്തനം നടത്തുന്നു. നിനക്ക് ഞാൻ 1000 രൂപ തരാം, 2000 രൂപ തരാം, ഇന്നത്തെ ഒരു ദിവസം മുഴുവനും നീ ഇത്ര കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് പ്രവർത്തനത്തിന് ഇറക്കിവിട്ട മനുഷ്യർ എത്രയാ? ഡെവലപ്മെന്റ് മാത്രം പറഞ്ഞ്, വികസനം പറഞ്ഞ് സാക്ഷാൽ റിയാസ് അവിടെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കുമ്പോഴാണ് പറഞ്ഞു തുടങ്ങിയ അതേ കാര്യത്തിൽ ഒരു തെളിവ് പോലും വയ്ക്കാൻ കഴിയാതെ പരിപൂർണമായി തോറ്റമ്പിപ്പോയ രാഷ്ട്രീയ നിലപാടുകളുമായി വീണ്ടും ഒരൊറ്റ 2 ഫ്രൈസുകൾ, മരുമോനിസം, പിണറായിസം, ഇത് പറഞ്ഞു കേട്ട് രാഷ്ട്രീയ കേരളം ചെവി തഴമ്പിച്ചിട്ടാണ് അവിടെ ശക്തമായ രീതിയിൽ അൻവർ തോൽക്കാൻ പോകുന്നത്. എന്താ രാഷ്ട്രീയ കേരളം റിപ്പോർട്ട് ചെയ്യുന്നത്? 16ാം നിയമസഭയിലെ ഏറ്റവും ശക്തമായ ഭൂരിപക്ഷം വരെ ഒരുപക്ഷെ ബേപ്പൂരിൽ നിന്ന് മുഹമ്മദ് റിയാസിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അൻവർ എന്ന രാഷ്ട്രീയക്കാരന്റെ നിലപാടില്ലായ്മയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, PC ജോർജിനോട് പൂഞ്ഞാറ് ചെന്നിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ 5-ാം തീയതി വൈകുന്നേരം വന്നേക്ക്, ഞാൻ സമൂസയും ലഡുവും തരാമെന്ന് വെറുതെ ഇങ്ങനെ ഒരു എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറയാം. അതുപോലെ അൻവറും തരം താഴ്ന്നു പോകുന്നു എന്നുള്ളതാണ്. ബോർഡുകൾ ബേപ്പൂരിൽ നിറയുന്നു നിയുക്ത MLAയുടെ.